വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മൾ മാർഗരറ്റ് അറ്റ്വുഡ് എന്റെ ക്ലൈമറ്റ് എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും നോക്കിയോ? നന്നായിട്ട് പഠിച്ചത് വരെ ടെക്സ്റ്റ് ഒക്കെ വായിച്ച് നല്ല മിടുക്കികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ്, ചെറിയൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് മെന്ററിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, നേച്ചറിന്റെ കൺസർവേഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീനിങ് പറഞ്ഞു തന്ന വേർഡ്സ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഇനി ഉപയോഗിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് ദ മൊമെന്റിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇനി പോകുന്നത്. ദ മൊമെന്റ്, മാർഗരറ്റ് അറ്റ്വുഡ് ആണ് നമ്മുടെ ഓഥർ. യെസ്. So the poem, The Moment, examines how people view their control over the natural world. എന്താണ് ഇവിടെ നമ്മൾ നോക്കുന്നത്? മനുഷ്യര് എങ്ങനെയാണ് അവരുടെ കൺട്രോള് ഈ ഒരു ഭൂമിയില് എങ്ങനെയാണ് നമ്മൾ ഭൂമിയോട് എങ്ങനെ പെരുമാറുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. പീപ്പിൾ ബിലീവ് ദാറ്റ് ദേ ആർ ഇൻ കൺട്രോൾ ഓഫ് നേച്ചർ. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മളാണ് ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദ എർത്ത്, നേച്ചർ ആൻഡ് earth and are its true owners. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? യെസ്, so we believe that നമ്മളാണ് ഈ ഭൂമിയുടെ നമ്മുടെ സ്വന്തമാണ്. അപ്പൊ നമ്മുടെ സ്വന്തമാണെങ്കിൽ വാട്ട് ഇഫ് യു ഓൺ എ ടോയ് വിച്ച് ഇസ് യോഴ്സ്, നിങ്ങളുടെ സ്വന്തം ഒരു ടോയ് ആണെങ്കിൽ, ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തും ചെയ്യൂല അല്ലെ? പിടിച്ചോടിക്കും അല്ലെ? ചിലപ്പോൾ കാല് ഊരിയെടുക്കും, കൈ ഊരിയെടുക്കും. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മളും ചെയ്യുന്നത്. സോ വാട്ട് പീപ്പിൾ തിങ്ക്, മനുഷ്യർ എന്താണ് തിങ്ക് ചെയ്യുന്നത്? നേച്ചറും എർത്തും ഒക്കെ നമ്മളാണ് ഇതിന്റെ ഓണേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് Atwood contests the idea that human beings possess and rule nature. അപ്പം ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് വാദിക്കുകയാണ് നമ്മുടെ അറ്റ്വുഡ് ഇവിടെ. ഓക്കെ, യെസ്. നമുക്ക് മാർഗരറ്റ് അറ്റ്വുഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്, പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു നോവൽ ഉണ്ട്. ഇറ്റ് ഇസ് വെരി ഫേമസ്. പറ്റാണെങ്കിൽ വായിക്കും. എനിക്ക് തോന്നുന്നു എന്റെ മലയാളം വേർഷനും കിട്ടും. ഇറ്റ് ഇസ് വെരി ഫേമസ്. സോ ദിസ് ഇസ് വെരി ഭയങ്കരമായിട്ട് സ്വീകരിച്ച ഒരു നോവലാണ് ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ. Okay, and it was dedicated to Mary Webster, one of the first women accused of witchcraft in ന്യൂ ഇംഗ്ലണ്ട് ഇൻ 17th century. അപ്പൊ ഈ ഒരു കഥ ചെറുതായിട്ട് ഞാൻ പറയാം. ഹാൻഡ് മെയ്ഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റില് അല്ലെങ്കിൽ US-ല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ട സ്ത്രീകളെ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പൈസയുള്ള ആൾക്കാർക്ക്, അവർക്ക് കുട്ടികൾ ഉണ്ടാവാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ഗർഭിണിയാവാൻ താല്പര്യമില്ല. അപ്പൊ അവര് ഈ പാവപ്പെട്ട ഈ പെൺകുട്ടികളെ, ഈ ഹാൻഡ് മെയ്ഡ്സിനെ അവര് ഫോഴ്സ് ചെയ്തിട്ട് ദേവർ ഇവർക്ക് വേണ്ടി കുട്ടികളെ നൽകുന്നതാണ്. അത് ബാരൻ ആയിട്ടുള്ള, ബാരൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരെ നമ്മൾ ബാരൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഹാൻഡ് മെയ്ഡ്സ് വേർ ഫോഴ്സ്ഡ് ടു അവർക്ക് വേണ്ടി കുട്ടികൾ, നമുക്കിപ്പോ പറയാം വാടക ഗർഭധാര, അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇത്. ഓക്കെ, അത് അപ്പുറത്ത് ആണോ? അതൊന്നും പറ്റിക്കാണല്ലോ അല്ലേ? യെസ്, ഓക്കെ. സോ ദിസ് ഈ ഒരു നോവല്, ഈ ഒരു ഹാൻഡ് മെയ്ഡ്, ഇത് ഭയങ്കരമായിട്ട് എന്താണ് വേൾഡിൽ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ആൻഡ് ഈ ഒരു ലേഡി, ദിസ് മേരി വെബ്സ്റ്ററിനെ വിച്ച് ക്രാഫ്റ്റിന് വേണ്ടിയാണ്, അതായത് വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രവാദിനി. ഓക്കെ, വിസാർഡ് ഉണ്ട്, ആണുങ്ങളെ വിസാർഡ് എന്ന് പറയും. അപ്പൊ വിച്ച് ക്രാഫ്റ്റ്, ഇവര് മന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊല്ലുമായിരുന്നു ചെയ്തത്. ഓക്കെ, സോ ഈ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇപ്പൊ സമയം കിട്ടുന്ന എല്ലാവരും വായിക്കണം ട്ടോ. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ മൊമെന്റ് ബൈ മാർഗരറ്റ് അറ്റ്വുഡ്. ഫൈൻ, യെസ്, വെരി ഗുഡ്. സോ നമ്മള് പോയറ്റിന്റെ ലൈൻസിലോട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, യെസ്. നൗ ഇവിടെ ദ ഹ്യൂമൻ മെൻഷൻ, ഞാൻ പറഞ്ഞു പോയം ഒന്ന് നോക്കണം. സോ ഇവിടെ ഒരു ദ ഹ്യൂമൻ ഇതിൽ മെൻഷൻ ചെയ്ത്, ഈ ഒരു ഫസ്റ്റ് ആൻസറില് ഹ്യൂമൻ മെൻഷൻ എങ്ങനെയാണ്? ഹീസ് വെരി സക്സസ്ഫുൾ. ആ ഹ്യൂമൻ എങ്ങനെയാ പറയുന്നത്? ഹീസ് വെരി സക്സസ്ഫുൾ. അയാളുടെ ലൈഫില് ഒത്തിരി സക്സസ്ഫുൾ ആണ്, എല്ലാം നേടി. ആൻഡ് കോൺഫിഡന്റ്, ആൻഡ് ഈസ് വെരി കോൺഫിഡന്റ്. ഓക്കെ, ആൻഡ് asserts that he owns everything. അവൻ എന്താണ് വിചാരിക്കുന്നത്? അപ്പൊ ഈ ഫസ്റ്റ് ആൻസറിൽ മനുഷ്യൻ അവിടെ വന്ന് നിൽക്കാണ്. അയാള് കുറെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തു, അയാൾ ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ കിട്ടി, അയാള് കോൺഫിഡന്റ് ആണ്, എല്ലാം അയാളുടേതാണ്. ഓക്കെ, യെസ്, സോ ദാറ്റ് ഈസ് ദ ഹ്യൂമൻ. ഇനി അയാളുടെ ഒപ്പീനിയനിൽ, ഇൻ ഹിസ് ഒപ്പീനിയൻ,
After many years of hard work and struggles, he had earned the right to own not just a room, but a house, a half acre, a square mile, an island, and also a country. അപ്പൊ മനുഷ്യൻ എന്താണ് വിചാരിക്കുന്നത്? In his opinion, in his whose ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഫസ്റ്റ് ആൻസറിലെ ഹ്യൂമന്റെ ഒപ്പീനിയൻ അനുസരിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ അഭിപ്രായം അനുസരിച്ച് ഇത്രയും നാളത്തെ ഹാർഡ് വർക്കും ബുദ്ധിമുട്ടും കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ അവന് അധികാരമുണ്ട് അല്ലെങ്കിൽ ഹി ഡിസേർവ്സ്, ഓക്കെ, ഈ റൂം, ഈ വീട് അല്ലെങ്കിൽ ഈ ഐലൻഡ് അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവനും അവന്റേതാണെന്നാണ് അവൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവനും അവന്റേതാണ്. ഓക്കെ, യെസ്, ആൻഡ് ഹി ഹാസ് വർക്ക്ഡ് ഹാർഡ്. യെസ്, അല്ലെ, ഹി ഹാസ് വർക്ക്ഡ് ഹാർഡ്. എന്താണ്, മനുഷ്യൻ വന്നു അല്ലെ, ആദ്യം ഹോമോസാപ്പിയൻസിന് മുമ്പ് ഉണ്ടായിരുന്നു നിയോ നാച്ചുറൽ. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്, ഐ ആം നോട്ട് ഗോയിങ് ഇറ്റ്. നമുക്കറിയാലോ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ഒക്കെ കുരങ്ങന്മാരാന്ന് പറയും. സോ അവിടുന്ന് കുനിങ്ങി നടന്നു, പതുക്കെ പതുക്കെ നേരെയായി അല്ലെ, തീ കണ്ടുപിടിച്ചു, വീല് കണ്ടുപിടിച്ചു. സോ വി ഹാവ് ഡൺ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, റൈറ്റ്? സോ ദിസ് ഈസ് ദാറ്റ് ഹാർഡ് വർക്ക് മെൻഷൻഡ് there. അപ്പൊ ഇങ്ങനെ കുറെ ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് ടു ഓൺ എ half acre of land, a square mile, where they have built a house that includes the room in which he stands. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ റൂമും എസ്റ്റേറ്റും ഒക്കെ പറയുന്നുണ്ട്, ബട്ട് മെറ്റഫോറിക്കലി, അതായത് നമ്മൾ എന്തിനാണ് സാമ്യപ്പെടുത്തുന്നത്? മനുഷ്യര് ഈ ഭൂമിയിൽ വന്ന് ഇത്രയും നാളും നമ്മൾ നേടിയ ആ നേട്ടങ്ങളെ കൂടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു മനുഷ്യനെ ഒരു ഹാർഡ് വർക്ക് ചെയ്തൊരു 40 years ആയ ഒരാള്, അയാൾക്ക് സ്വന്തമായിട്ടൊരു വീട്, ഒരു എന്താണ്, ഒരു ഹാഫ് ഏക്കർ ഭൂമി, ഈ റൂം, അവൻ നിൽക്കുന്ന ഇതെല്ലാം അവന്റേതാണ് അല്ലേ? Where I stand, it's my house. He legally owns everything, അല്ലെ? നിയമപരമായി ഇത് എന്റേതാണ്. ആരാണ് നമുക്ക് ഈ ഭൂമി ഭരിച്ചു തന്നത്? Did anyone come and said that? Yes. Okay, nobody gave, right? അതാണ് ഇവിടെ ഓത്തർ ചോദിക്കുന്നത്. ലീഗലി, നിയമപരമായിട്ട് നമ്മൾ പറയാ ഇറ്റ് ഈസ് എവറിഥിങ്, ഇറ്റ്സ് മൈൻ. യെസ്, 10 സെന്റ് നമ്മൾ അളത്ത് എടുത്തു, ലീഗലി ഇറ്റ്സ് മൈൻ. ഓക്കെ, അപ്പൊ അതാണ് ഓത്തർ ഇവിടെ ചോദിക്കുന്നത്. ഹി ലീഗലി ഓൺസ് എവറിഥിങ്. ഓക്കെ, ഹി ലീഗലി എവറിഥിങ് ഇൻ വൺ വേ ഓർ അതർ. ഓക്കെ, ഏതൊരു രീതിയിൽ അവനെല്ലാം അവന്റെ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. Yes, he legally owns everything, including the room, the house, the land, in one way, because he owns his island and country since he is a citizen of that country. Whether it is a room or a country, he believes that he occupies the central position. Okay? ഇപ്പൊ ഇവിടെ എന്താണ്? വീട് അവന്റേതാണ്, ലീഗലി ആ സ്ഥലം അവന്റേതാണ്, പിന്നെ അവൻ ആ രാജ്യത്തെ പൗരനായണ്ട രാജ്യം അവന്റേതാണ്, എല്ലാം അവന്റേതാണ് അല്ലെ? അപ്പം വെദർ ഇറ്റ് ഇസ് എ റൂം, കൺട്രി ആവട്ടെ, റൂം ആവട്ടെ, എന്താണ് മനുഷ്യൻ? എന്താണ്? എല്ലാത്തിന്റെയും സെൻട്രൽ പൊസിഷൻ മനുഷ്യരാണ്, നമ്മളാണ്, എല്ലാം നമ്മൾ തന്നെയാണെന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യരുടെ. അതാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. Now the notion again, idea, okay, the human occupies the central position of nature and that nature itself stands for human is a fallacy. എന്താണ് മനുഷ്യർ വിചാരിക്കുന്നത്? മനുഷ്യർ വിചാരിക്കുന്നത് നമ്മളാണ് കേന്ദ്രമായിട്ടുള്ള സംഭവം, നേച്ചറ് എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. യെസ്, ആൻഡ് ഇതൊരു ഫാലസി ആണെന്ന് പറഞ്ഞാൽ, ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ടത്തരം. ഓക്കെ, യെസ്. നൗ ദ ഫസ്റ്റ് ആൻസർ, നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്താണ് റിവീൽ ചെയ്യുന്നത്? റിവീൽസ് ദ മൂമെന്റ് ഓഫ് പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ്, നമ്മൾ എന്തോ ആന്നുള്ള ഒരു സംഭവം. ഓക്കെ, യെസ്, where someone has achieved success after a long period of struggle. Okay, the successive progression from a room to a country is indicative of the progress made by the individual, and the word own is indicative of the desire to dominate and possess. Okay, അപ്പൊ ഈ ഫസ്റ്റ് ആൻസറില് നമ്മള് എന്താണ് നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു അഹംഭാവം, ഒരു പ്രൈഡ്, നമ്മൾ എന്തൊക്കെയോ ആയെന്ന്. എങ്ങനെയാണ്? കുറെ നാളത്തെ സ്ട്രഗിള് കഴിഞ്ഞിട്ട്, കുറെ നാള് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട്, ഓക്കെ, നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടി. ഇപ്പൊ ഇവിടെ ഒരു സക്സസീവ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ നിന്ന് മറ്റതിലേക്ക്. ഓക്കെ, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാകുക. അപ്പൊ ആ ഒരു പ്രോഗ്രഷൻ ആണ്. എന്താണ്? റൂമിൽ നിന്ന് കൺട്രിയിലേക്ക് അല്ലെ? റൂം ഒരു ചെറുതായിരുന്നു, പിന്നെ പെട്ടെന്ന് അത് എന്താണ് കാണിക്കുന്നത്? ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം കൂടുതൽ വേണം അല്ലെ? ഇന്നൊരു പേന കിട്ടി, നാളെ 2 പേന കിട്ടണം അല്ലെ? ഇന്നൊരു വീടുണ്ട്, നാളെ നമുക്കൊരു ഫ്ലാറ്റ് വേണം. അപ്പൊ ഇറ്റ് ഈസ് എ ഹ്യൂമൻ ബിഹേവിയർ, റൈറ്റ്? നമുക്ക് ഓൾവേസ് വി നീഡ് മോർ. ഓക്കെ, യെസ്.
അപ്പം ദർ ഇസ് വൺ നോവൽ നിങ്ങൾ പഠിക്കും, മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു, അതിനകത്ത് ഒരു ടൈഗർ ഉണ്ട്. അതിന് ടൈഗർ പറയുന്നുണ്ട്, മനുഷ്യര് മാത്രമാണ് ആവശ്യമില്ലാതെ ഹണ്ട് ചെയ്യുന്നത്, മൃഗങ്ങൾ വിശക്കുന്നതിന് മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? യെസ്, സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ അതാണ് ഇവിടെയും കാണിക്കുന്നത്. സോ വി നീഡ് മോർ ആൻഡ് മോർ ഓൾവേസ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രോഗ്രഷൻ ആണ് കാണിച്ചിരിക്കുന്നത്, ഫ്രം റൂം ടു കൺട്രി. സോ ദിസ് ഇസ് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, ഇനി ഇവിടെ വേർഡ് ഓൺ എന്താണ്? നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്ന, നമ്മൾ പൊസസ് ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യം. എല്ലാം എന്റേതാണ്, ഓൺ, എനിക്ക് സ്വന്തമാക്കണം. ആരുടെ സ്വഭാവമാണ്? മനുഷ്യരുടെ. അപ്പൊ ഇത് പോയം ഡെൽവ്സ് ഇൻടു ഹ്യൂമൻ ഡിസയർ. പോയം നമ്മളെ ഇതിലേക്കാണ് വലിച്ചോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മുങ്ങുകയാണ്. എങ്ങോട്ടാണ്? ഹ്യൂമൻ ഡിസയർ, മനുഷ്യരുടെ ആഗ്രഹം. ഫോർ എന്തിനാണ്? ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. മനുഷ്യന് എപ്പോഴും ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആണ് വേണ്ടത്. Okay, we need ownership, control over land and resources. ഈ ഭൂമിയുടെ മേലെ, റിസോഴ്സസിന് മേലേക്ക് നമുക്ക് എന്താണ് വേണ്ടത്? We need what? Ownership. We need to control everyone. അല്ലാതെ നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പോവല്ല, but we need it to control it. Yes. Now the protagonist ആരാണ്? Protagonist ആരാണ് ഒരു നോവലിലെ protagonist എന്ന് പറഞ്ഞാൽ the hero. Okay, the protagonist claims possession of their surroundings, reflecting a common anthropocentric effect. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഹീറോ നമ്മൾ മനുഷ്യരെല്ലാവരുമാണ്. അപ്പൊ ഇവിടുത്തെ പ്രൊട്ടഗണിസ്റ്റ് എന്താണ് പറയുന്നത്? എല്ലാം വേണമെന്ന്, സറൗണ്ടിങ്സും എല്ലാം നമുക്ക് തന്നെ വേണമെന്നാണ് പറയുന്നത്. സോ അതെന്താണ് കാണിക്കുന്നത്? ഒരു ആന്ത്രോപോസെൻട്രിക് മൈൻഡ് സെറ്റ് ആണ്. എന്താണ് ആന്ത്രോപോസെൻട്രിക് നമ്മൾ പറഞ്ഞത്? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആന്ത്രോപോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമി, എല്ലാം മനുഷ്യർക്ക് വേണ്ടി റിലേറ്റ് ചെയ്ത് തിങ്ക് ചെയ്യുന്നത് മാത്രമാണ് ആന്ത്രോപോസെൻട്രിക്. ഓക്കെ, യെസ്. സോ ആന്ത്രോപോസെൻട്രിക് മൈൻഡ് സെറ്റ് ഓഫ് ഡോമിനേറ്റിംഗ് നേച്ചർ ഫോർ പേഴ്സണൽ ഗെയിൻ. ഓക്കെ, അപ്പൊ എന്താണ്? മനുഷ്യന് വേണ്ടി എല്ലാം വേണം, അതിനു വേണ്ടി നമ്മൾ ഈ നേച്ചറിനെയും എല്ലാം നമ്മളുടേതായ വ്യക്തിപരമായിട്ടുള്ള ഗുണത്തിന് വേണ്ടി നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്തിനാണ്? ആന്ത്രോപോസെൻട്രിക് ഇഫക്റ്റ്. ഓക്കെ, നൗ ദിസ് പെർസ്പെക്റ്റീവ്, ഈ ഒരു കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, ദർശനം, ദർശനം, കാഴ്ചപ്പാട്, echoes historical and ongoing practices of human exploitation of natural resources without considering the ecological consequences. Okay, so ഈ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഹിസ്റ്റോറിക്കൽ ആയിട്ട് എന്താണ്? നമ്മള് ഐതിഹാസികമായിട്ട് നമ്മള് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇക്കോളജിക്കൽ കോൺസിക്വൻസസ് എന്താണ് അറിയാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് വാസ് റിട്ടൺ ഇൻ 69. ഇപ്പൊ നമ്മൾ 2024 കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അന്ന് കുറെ പേര് പറഞ്ഞു, ബട്ട് വി ഡിഡ്ന്റ് ലിസൺ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ലിസൺ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യെസ്, ഫൈൻ. അപ്പം അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഇതുപോലത്തെ പോയിറ്റ്സും കുറെ ഇക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞു. വി ഡിഡ്ന്റ് ലിസൺ, നൗ വി ആർ സഫറിംഗ്. യെസ്, ഇനി സെക്കൻഡ് സ്റ്റാൻസ് എന്താണ്? സെക്കൻഡ് സ്റ്റാൻസ് പ്രസൻസ് a dramatic change. പെട്ടെന്നൊരു ചേഞ്ച് മാറ്റമാണ്. The exact moment human gravitate towards the notion of ownership, nature begins to ഇതിനകത്തുണ്ട്, നമ്മൾ ആ പോയിന്റിനകത്ത് കാണുമ്പോൾ പറയാം, നമ്മളെ ശരിക്കും നേച്ചർ ഇങ്ങനെ ഹഗ് ചെയ്ത് വെച്ചേക്കുവാന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേനും ആ ഹഗ് അങ്ങ് വിടുക നേച്ചർ. യെസ്, വെരി ബ്യൂട്ടിഫുൾ. ഇമാജിൻ, ലൈക്ക് വി ആർ ഹഗ് ബൈ ദ നേച്ചർ ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ലീവിങ് അസ്. അപ്പൊ അതാണ് സെക്കൻഡ് സ്റ്റാൻസിൽ കാണിച്ചിരിക്കുന്നത്. പെട്ടെന്നൊരു ചേഞ്ച് ആണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് കാണാം. ഇതിനകത്ത് എന്താ പറയുന്നത്? മനുഷ്യരുടെ ഈ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു ഗ്രാവിറ്റേറ്റ്, ഓണർഷിപ്പിന് വേണ്ടിയുള്ള ആഗ്രഹം കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതല്ല എന്ന് പറയുമ്പോൾ നേച്ചർ ബിഗിൻസ് ടു റിക്കോയിൽ ഫ്രം ഹ്യൂമൻസ്, മനുഷ്യരിൽ നിന്ന് അകലുകയാണ്. ഓക്കെ, now the withdrawal, ഇവിടെ ഒരു withdrawal highlights the erstwhile attachment between humans and the environment. ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഓക്കെ, ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മുമ്പത്തെ, erstwhile എന്ന് പറഞ്ഞാൽ മുമ്പത്തെ. അപ്പൊ എന്താണ്? നേരത്തെ there was a very beautiful connection with human beings and environment. So that has been, അതാണ് withdraw ചെയ്യുന്നത്, പിൻവലിച്ചു. ഇപ്പം നമ്മൾ നേച്ചറായിട്ടൊരു കണക്ഷനും ഇല്ല, അത് പിൻവലിച്ചു. യെസ്, എപ്പോഴാണ്? The moment human claims ownership of their surroundings, the trees loosen their soft arms. Okay, that
പ്രൊട്ടക്റ്റീവ്ലി ഹോൾഡ് ദ ഹ്യൂമൻസ്. ഓക്കെ, അപ്പൊ എന്താണ്, മനുഷ്യർ ഇതൊക്കെ എന്റേതാണ്, അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ പോവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നേച്ചർ, ട്രീസ് ആണ്, ട്രീസിന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്, അത് വെച്ച് നമ്മളെ ഇങ്ങനെ ഹഗ് ചെയ്തെന്നാണ് പോയിട്ട് പറയുന്നത്. ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ, റൈറ്റ്? അപ്പം ആ സോഫ്റ്റ് ആംസ് ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീസ് അത് ലൂസൺ ചെയ്യായത് വിടുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The birds take their language. അപ്പൊ ബേർഡ്സ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവാറില്ല. യെസ്, അപ്പൊ ബേർഡ്സ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ മാറ്റി ഇപ്പൊ അവരവരുടെ ഭാഷയായി, അത് നമുക്ക് മനസ്സിലാവാതായി. സോ ബേർഡ്സ് ടേക്ക് ദർ ലാംഗ്വേജ്. ദ ക്ലിഫ്സ് ഫിഷർ, ക്ലിഫ്സ് എന്ന് പറഞ്ഞാൽ കുന്നൊക്കെ കുലുങ്ങാൻ തുടങ്ങി, വീഴാൻ തുടങ്ങി. യെസ്, ആൻഡ് കൊളാപ്സ് themselves and the air itself moves back like a wave suffocating the human. See, ഇന്നൊന്ന് ഓർത്ത് നോക്കി, the air itself moves back. എയർ ഒക്കെ തിരിച്ചു പോയെന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. മനുഷ്യരാണ് എല്ലാത്തിന്റെയും സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്, അല്ലെ? സോ പോയിന്റ് എന്താ പറയുന്നത്, ബേർഡ്സ് അവരുടെ ഭാഷ മാറ്റി ക്ലിഫ്സ് ഒക്കെ തന്നെ വീഴാൻ തുടങ്ങി, അല്ലെ? ആ കാറ്റ്, എയർ തന്നെത്താനെ മാറുകയാണ്. എന്താണ്, മനുഷ്യരെ സഫോക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. Now the personification, ഇവിടെ എന്താണ്, നമ്മള് ഈ ഒരു കവിതയെ വിലയിരുത്തുകയാണ്, അല്ലെ? എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്, നമ്മള് കസേരയ്ക്കും ഈ പേനയ്ക്കൊക്കെ ഞാൻ മനുഷ്യരെ പോലെ പറയാണ് ഇതിനെ. ഓക്കെ, അതിനൊരു വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി കൊടുക്കുന്നതിന് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മള് നാച്ചുറൽ എലമെന്റ്സ് സച്ച് ആസ് ട്രീസ്, ക്ലിഫ്സ്, ഇതിനെയൊക്കെ നമ്മൾ പേഴ്സോണിഫൈ ചെയ്താണ്, അതിനൊരു വ്യക്തിപരമായിട്ട് മനുഷ്യരെ പോലെ ഒരു ഇത് കൊടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ സച്ച് ആസ് ട്രീസ് ആൻഡ് ക്ലിഫ്സ് എക്സിബിറ്റ് ദർ agency and autonomy and their ability to respond to human actions. അപ്പൊ ഇവിടെ അതിന് ഒരു വ്യക്തിപരമായിട്ടൊരു ഐഡന്റിറ്റി കൊടുത്തിട്ട് മനുഷ്യരുടെ ആക്ഷന് അതിന് റിയാക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അവരുടെ എബിലിറ്റി, അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹ്യൂമൻ ആക്ഷൻസിനെതിരെ അവർക്ക് എതിരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചിരിക്കുന്നത്. നൗ ദ സെക്കൻഡ് സ്റ്റാൻസ എന്താണ്, inherent human folly behind the notion of ownership. അപ്പം മനുഷ്യരുടെ പൊട്ടത്തരം, ഈ ഒരു ഓണർഷിപ്പിന്റെ ബിഹൈൻഡ് അവരുടെ ഒരു പൊട്ടത്തരം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് വരുന്ന നഷ്ടങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്, ഫൈൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാൻസിൽ ഡിസ്കസ് ചെയ്തത്? നമ്മൾ പറഞ്ഞു മുമ്പ് എങ്ങനെയായിരുന്നു, ട്രീസ് ഒക്കെ നമ്മളെ ഹഗ് ചെയ്തിരിക്കുമായിരുന്നു. സോ ദേ ഹാവ് ലൂസൺ ഇറ്റ്. യെസ്, ബേർഡ്സ് അവരുടെ ഭാഷ മാറ്റി, ക്ലിഫ്സ് ഫിഷർ ചെയ്യാൻ തുടങ്ങി, അല്ലെ? കാറ്റൊക്കെ പുറകോട്ട് മാറ്റി നമുക്ക് ശ്വാസം പോലും കിട്ടാത്തൊരു അവസ്ഥയായി. ഓക്കെ, അപ്പം എന്താണ്, അവരൊരു പേഴ്സണിഫൈ ചെയ്ത് പോയിട്ട് നമ്മളെ അവരെയൊക്കെ പേഴ്സണിഫൈ ചെയ്ത് അവരുടെ ഒരു എബിലിറ്റിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. യെസ്, ഗോട്ട് ഇറ്റ്.